മലയാള സിനിമയിലെ നഷ്ടക്കണക്ക് പുറത്തുവിട്ട നിർമ്മാതാക്കൾ മാർച്ചിൽ തിയേറ്ററിൽ രക്ഷപ്പെട്ടത് എമ്പുരാൻ മാത്രമാണ്. റിലീസായ 15-ൽ 14 ചിത്രങ്ങളും പരാജയപ്പെട്ടു എന്നുകൂടി നിർമ്മാതാക്കൾ അറിയിക്കുന്നു. എം ദിനു പ്രകാശ് വിശദാംശങ്ങൾ നൽകും. ദിനു, ഈ 14-ൽ താരചിത്രങ്ങളുണ്ടോ? താരചിത്രങ്ങൾ എന്ന് പറയാവുന്നത് ഏറ്റവും പ്രധാന എമ്പുരാൻ തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്കറിയാം താരചിത്രങ്ങൾ അത്രയും വലിയ ബജറ്റൊന്നും മറ്റു ചെറിയ ചിത്രങ്ങൾക്കില്ല. പക്ഷെ എന്നാൽ തന്നെയും അവ പോലും തിയേറ്ററുകളിൽ രക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ് നിർമ്മാതാക്കൾ സൂചിപ്പിക്കുന്ന കണക്ക്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഔസേപ്പിന്റെ ഒസേപ്പ് എന്നുള്ള സിനിമ 4 കോടിയിലധികം രൂപ മുടക്കിയെടുത്ത സിനിമയാണ്. 4 കോടി 10 ലക്ഷം പോലും തികഞ്ഞിട്ടില്ല. പക്ഷെ ആ സിനിമ തിയേറ്ററിൽ നേടിയത് 45 ലക്ഷം മാത്രമാണ്. അതോടൊപ്പം തന്നെ പരിവാർ എന്നുള്ള സിനിമ 2 കോടി 60 ലക്ഷം രൂപ മുടക്കുമുതലുള്ള സിനിമ 26 ലക്ഷം രൂപ മാത്രമാണ് ഈ തിയേറ്ററിൽ നിന്ന് നേടിയിട്ടുള്ളത്. അങ്ങനെ ഒട്ടനവധി സിനിമകളുണ്ട്. വടക്കൻ 3 കോടി 65,60,000 രൂപയാണ് മുടക്കുമുതൽ, നേടിയത് 20 ലക്ഷം മാത്രം. ദാസേട്ടന്റെ സൈക്കിൾ 70 ലക്ഷം രൂപ മാത്രം മുടക്കുമുതലുള്ള സിനിമ കേവലം 8 ലക്ഷം മാത്രമാണ് തിയേറ്ററിൽ നേടിയത്. അവിടെയാണ് എമ്പുരാൻ ആദ്യത്തെ 5 ദിവസത്തെ കണക്ക് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. 175 കോടിയാണ് അതിന്റെ മുടക്കുമുതലായിട്ട് അറിയിച്ചിട്ടുള്ളത്. അത് ആദ്യത്തെ 5 ദിവസം കൊണ്ട് 24 കോടി 65 ലക്ഷം രൂപ സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം നേടിയെന്നാണ് പറയുന്നത്. ഏതായാലും നഷ്ടക്കണക്കുകൾ എന്ന് പറയുന്നത് 15-ൽ 14 സിനിമയും പരാജയമായി എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇനി ലഭിക്കാനുള്ളത് OTT റൈറ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് കണക്കുകളാണ് ലഭിക്കാനുള്ളത്. പക്ഷേ ഇത്തരത്തിൽ തിയേറ്ററിൽ പരാജയപ്പെടുന്ന സിനിമയ്ക്ക് എന്തായിരിക്കും OTT അല്ലെങ്കിൽ സാറ്റലൈറ്റിന്റെ അവകാശം നമ്മൾ മനസ്സിലാക്കേണ്ടത്.